ഹലോ. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും നെറ്റിപ്പട്ടം എന്താ പറയുക, ഒരുപാട് കാണാം അല്ലേ. ഇപ്പോൾ ഒരുപാട് ആളുകൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഫീൽഡിലേക്ക് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ടുണ്ട്. അത് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഗുണം തന്നെ. പിന്നെ അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നെറ്റിപ്പട്ടം ബീഡ്സ് ഒട്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിയുന്ന കാര്യമാണെന്നും ആരും വിചാരിക്കാറ്. കാണുമ്പോൾ ഇത് അവിടെ ഇവിടെയും വെച്ച് ചുറ്റിലും കുറച്ച് ബീഡ്സും വെച്ച് കഴിഞ്ഞാൽ അത് നെറ്റിപ്പട്ടമായി എന്ന് ഒരിക്കലും കരുതരുത്. അതിൻ്റേതായ ശാസ്ത്രീയ വശങ്ങളും അതിൻ്റെ ദൈവികമായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് സ്ഥാനങ്ങളും അതിന് എന്താ പറയുക, ദൈവങ്ങളുടെ ഒരു ഇത് തന്നെയുണ്ട്, സ്ഥാനങ്ങൾ തന്നെയുണ്ട്. പിന്നെ അതിന് ചുറ്റിലുമുള്ള നൂലുകെട്ടലും ഒക്കെ അതിൻ്റേതായ ഒരു അളവ് തന്നെ ചെയ്യണം. അപ്പോൾ ബീഡ്സ് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരക്കെ വെച്ച് പോകാനൊന്നും പറ്റില്ല. അതിൻ്റെ സ്ഥാനങ്ങൾ അതിന് ചുറ്റിലും വളരെ ഭംഗിയാർന്ന് തന്നെ വെക്കണമെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്ന ഒന്നാണേ. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒന്നുമല്ല. യൂട്യൂബിൽ പല വീഡിയോസിലും നോക്കി പല ആളുകൾ ചെയ്ത വർക്ക് മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അത് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചെടുക്കുകയാണെന്നുള്ള ഒരു എന്താ പറയുക, ഒരു മനസ്സിൻ്റെ ഒരു ഉറച്ച തീരുമാനത്തിന് പുറത്താണ് ഞാൻ ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത്. അത് ഞാൻ എന്താ പറയുക, ചെയ്യുന്ന വർക്കുകളൊക്കെ നോക്കി വെച്ച് പിന്നെ അതിൻ്റെ ബീഡ്സിൻ്റെ സ്ഥാനങ്ങളും അതിനെപ്പറ്റി കുറച്ച് വശങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കി വെച്ച് അതിൽ ബീഡ്സ് ഒരുക്കാനൊക്കെ പഠിച്ചു. അങ്ങനെ ആദ്യത്തെ 1-2 വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അതങ്ങനെ ചെയ്യാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയിൽ നോക്കുമ്പോഴേക്കും അത് ഫോൾട്ടാണ്, അതങ്ങനെയല്ല, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല, അതിൻ്റെ സ്ഥാനങ്ങൾ ഇങ്ങനെയല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദ്യമൊക്കെ ഫോൾട്ടായിരിക്കും. നമ്മൾ എത്ര മനസ്സിലാക്കിയാലും നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു 5-8 വർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു വർക്കിൽ നിന്ന് ഉൾക്കൊണ്ട് നമ്മൾ അടുത്ത വർക്കിലേക്ക് പോകുമ്പോഴാണ് ഓരോ വർക്കിൻ്റെയും പോരായ്മ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ പഠിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ ആദ്യമൊക്കെ ചെയ്ത നെറ്റിപ്പട്ടം കാണുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ തോന്നും, അയ്യോ ഇതെന്തോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. ഞാൻ അത്ര പോലും ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ എന്താ പറയുക, അത് ആദ്യത്തെ ആവേശത്തിൽ ചെയ്ത് പിന്നെ ഞാനൊക്കെ ശ്രദ്ധിക്കും. ഒരു വർക്ക് കഴിയുമ്പോൾ അതിലുള്ള പോരായ്മകൾ എവിടെ എങ്ങനെ. പിന്നെ നല്ല നല്ല വർക്കുകൾ ഓൺലൈനിൽ നോക്കി അതിൻ്റെ ഷേപ്പും അതിൻ്റെ വർക്കുകളും വളരെ മനസ്സിരുത്തി അതിനെ ശ്രദ്ധിച്ച് അത് അങ്ങനെ ഇങ്ങനെ എന്നുള്ള മനസ്സിലുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താനും അത് എങ്ങനെയെന്നുള്ള ഒരു ലെവലിലേക്ക് മാറ്റിയെടുത്ത് കൊണ്ടുവരുമ്പോഴാണ് അത് ഒരു എന്താ പറയുക, ഒരു വളരെ ഭംഗിയാർന്ന ഒരു നെറ്റിപ്പട്ടമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ള നെറ്റിപ്പട്ടം വർക്കാണ്. അങ്ങനെ ഇത് എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണ്ട് മുതലേ പരിചയമുള്ള ഒരാൾ ഏൽപ്പിച്ചതായിരുന്നു. എൻ്റെ നമ്മൾ പഠിക്കുന്ന കാലത്തേ അറിയാമായിരുന്നു. പക്ഷേങ്കിൽ ഓൺലൈനിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഫോട്ടോസ് കണ്ടപ്പോഴാണ് ആളെന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. ആൾക്ക് വേണ്ടിയിട്ടുമല്ല, അവരുടെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഓർഡർ തന്നതിന് ആദ്യം ഞാൻ അവർക്ക് നന്ദി പറയട്ടെ. കല്യാണത്തിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയത് കാരണം ഒന്ന് പൊതിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാനത് ഗിഫ്റ്റ് റാമ്പറിലൊക്കെ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ എന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒഴിവു സമയങ്ങളെ കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വരുമാന മാർഗം തന്നെയാണ്. അത് കണ്ടെത്തുക, മനസ്സിലാക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും ഒരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. പെട്ടെന്നൊന്നും ഒരുപാട് മാർക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി അതിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം ഓൺലൈൻ വഴിയും ഇതിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.